ഓക്കെ, സോ 20,000 താഴെയുള്ള എൻ്റെ ഫേവററ്റ് 5 ഫോൺസിൻ്റെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എനിക്ക് ഈ ഒരു ലിസ്റ്റ്, ഈ 20,000 ലിസ്റ്റ് എല്ലാ മാസം ചെയ്യണമെന്നുണ്ട്. പക്ഷേ എല്ലാ മാസവും ഈ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ഫോൺ വന്നില്ലെങ്കിൽ പിന്നെ ആ സെയിം ലിസ്റ്റ് എപ്പോഴും നിങ്ങൾക്ക് കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ മാസവും അപ്ലോഡ് ചെയ്യാത്തത്. പക്ഷേ ഇപ്പം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയ ഫോൺസൊക്കെ വന്നിട്ടുണ്ട്, ഇനി വരാനിരിക്കുന്നുമുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് ഈ ഒരു പ്രൈസ് ലിസ്റ്റ് ഈ മാസം കാണാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അനന്തൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ബേസിക്കലി ഒന്നിൽ കൂടുതൽ ബ്രാൻഡുകൾ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതായത് സെയിം ബ്രാൻഡിൻ്റെ എല്ലാ ഫോൺസും കാണിക്കാതെ പല മൾട്ടിപ്പിൾ ബ്രാൻഡ്സിൻ്റെ ബെസ്റ്റ് ഫോൺസ് കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫിഫ്ത്ത് പൊസിഷനിൽ വരുന്ന ഫോണാണ് മോട്ടോറോളയുടെ മോട്ടോ ഓൺ ഫ്യൂഷൻ പ്ലസ്. ബിൽഡ് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. 6.5 ഇഞ്ചിൻ്റെ IPS LCD ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ നോർമൽ 60 ഹെർട്സിൻ്റെ ആണ് റിഫ്രഷ് റേറ്റ്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. HDR10ൻ്റെ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ പ്രൊസസ്സർ നല്ല പവർഫുള്ളായ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G പ്രൊസസ്സറാണ്. 6GB 128GB ആണ് വേരിയൻറ്റ്. സോ 6GB വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഹൈബ്രിഡ് SD സ്ലോട്ടാണ്. സോ ഡെഡിക്കേറ്റഡ് SD സ്ലോട്ട് കിട്ടുന്നില്ല. 64+8+5+2ൻ്റെ ആണ് ക്വാഡ് ക്യാമറ സെറ്റപ്പ്. 16 മെഗാ പിക്സലിൻ്റെ പോപ്പപ്പ് സെൽഫി ക്യാമറയുണ്ട്. 5000 mAhൻ്റെ ബാറ്ററി ഉണ്ട്. 15 വാട്ടിൻ്റെ ആണ് ഫാസ്റ്റ് ചാർജർ. പ്രൈസാണ് 17,499. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻ്റ് ആണ് ഇതിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്. സോ ഈ ഒരു ചൈനീസ് ആപ്പുകളും ബാൻഡായ ആപ്പുകളും അങ്ങനത്തെ ഒരു പരിപാടികൾ ഇതിലില്ല. പ്യുവർ ഗൂഗിൾ ആപ്സ് ആണ് നിങ്ങൾക്ക് ഈ ഫോണിലൂടെ കിട്ടുന്നത്. സോ മോട്ടോ ഓൺ ഫ്യൂഷൻ പ്ലസിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പ്ലസ് പവർഫുള്ളായ 730G പ്രൊസസ്സറും കിട്ടുന്നുണ്ട്. സോ ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഈ ഒരു ഫോണിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ വളരെ ബ്രൈറ്റും വളരെ ക്ലിയർ നല്ല ക്രിസ്പായ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് IPS LCD ഡിസ്പ്ലേ ആണ്. ഇതിനേക്കാളും ബെറ്റർ ഉള്ളത് പോക്കോ X2ലാണ്. പക്ഷേ പോക്കോ X2 കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല IPS ഡിസ്പ്ലേ എനിക്ക് തോന്നിയത് നല്ല ബ്രൈറ്റ് നല്ല കളർഫുൾ ആയ ഒരു IPS LCD ഡിസ്പ്ലേ ഉള്ളത് മോട്ടോ ഓൺ ഫ്യൂഷൻ പ്ലസിനാണ്. 5000 mAhൻ്റെ ബാറ്ററി ഉള്ളതുകൊണ്ട് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ പോപ്പപ്പ് സെൽഫി ക്യാമറ ആയതുകൊണ്ട് ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. സോ ഈ നോച്ചും പിന്നെ ഈ കട്ടൗട്ടിൻ്റെ ഒരു സംഭവം ഇതിലില്ല. കംപ്ലീറ്റ് ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല HDR10ൻ്റെ സപ്പോർട്ടും മോട്ടോ ഓൺ ഫ്യൂഷൻ പ്ലസിൽ കിട്ടുന്നുണ്ട്. പിന്നെ OK ടു ഡീസൻറ്റ് ക്യാമറ സെറ്റപ്പ് ആണ് കിട്ടുന്നത്. ഇതായിരുന്നു ഈ ഫോണിൻ്റെ പോസിറ്റീവ് പോയിന്റ്സ്. നെഗറ്റീവ് പോയിന്റ്സ് നോക്കിയാൽ നല്ല സ്ലോ ചാർജിങ് ആണ്. സോ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പം Realme 7 Proയിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വന്നിട്ടുണ്ട്. 20,000 താഴെ നല്ല സ്ലോ ചാർജിങ് ആണ്. 2-2.5 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട് ഈ ഒരു ഫോൺ കംപ്ലീറ്റ്ലി ചാർജ് ആവാൻ വേണ്ടി. സോ നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് ആവില്ല. സെക്കൻഡ് ആണ് ഗ്ലാസിൽ, ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടുന്നില്ല. ബാക്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് കിട്ടുന്നത്. പിന്നെ ഹൈബ്രിഡ് സ്ലിം സ്ലോട്ട് ആണ്. പിന്നെ നോർമൽ റിഫ്രഷ് റേറ്റ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും ചെറിയ ഫാസ്റ്റ് ആയ റിഫ്രഷ് റേറ്റ് വേണം, അറ്റ്ലീസ്റ്റ് LCD ഉള്ളപ്പോൾ. പക്ഷേ ഇതിൽ LCD പ്ലസ് നോർമൽ റിഫ്രഷ് റേറ്റ് ആണ്. ഇന്നത്തെ ഈ ലിസ്റ്റിൽ 4th പൊസിഷനിൽ വന്നിരിക്കുന്നത് ഒന്നല്ല 2 ഫോൺസ് ആണ്. Redmi Note 9 Pro Max ഉണ്ട്. പിന്നെ Realme 6 Pro ഉണ്ട്. ഈ 2 ഫോണുകളും ഒരുമിച്ച് മെൻഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ടിലും ഓൾമോസ്റ്റ് വളരെ സിമിലർ ആയ ഒരു സ്പെസിഫിക്കേഷൻസ് ആണ്, സിമിലർ ആയ ഒരു ഫീച്ചേഴ്സ് ആണുള്ളത്. രണ്ടിലും IPS LCD ഡിസ്പ്ലേ ഉണ്ട്. Note 9 Pro Maxൽ 6.67 ഇഞ്ചിൻ്റെ ആണെങ്കിൽ ഇവിടെ 6.6 ഇഞ്ചിൻ്റെ ആണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. Realme 6 Proയിൽ 90 ഹെർട്സിൻ്റെ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ 60 ഹെർട്സിൻ്റെ മാത്രമാണ് റിഫ്രഷ് റേറ്റ്. അതേ സമയത്ത് 5000 മേലുള്ള mAhൻ്റെ ഒരു ബാറ്ററി നിങ്ങൾക്ക് Note 9 Pro Maxൽ കിട്ടുന്നുണ്ട്. ഇവിടെ 4300 mAhൻ്റെ ആണ് ബാറ്ററി. ഇവിടെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. ഇവിടെ 30 വാട്ടിൻ്റെ ആണ്. സോ ഒരു ബാറ്ററി ബാക്കപ്പ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ Note 9 Pro Max ആണ് ബെറ്റർ. രണ്ടിലും പ്രീമിയം ഗ്ലാസ് ബിൽഡ് ആണ്. അതും രണ്ടും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. രണ്ടിൻ്റെ ഡിസ്പ്ലേസിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. രണ്ടിലും എക്സാക്ട്ലി സെയിം ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സറാണ്. 2 ഫോൺസും 6GB 8GB വേരിയൻസിൽ വരുന്നുണ്ട്. രണ്ടിലും 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറയാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു വെർസറ്റൈൽ ഓൾറൗണ്ട് ക്യാമറ സെറ്റപ്പ് ഉള്ളത് Realme 6 Proയിനാണ്. സോ കാരണം 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ ഉണ്ട്. പ്ലസ് 12 മെഗാ പിക്സലിന് ടെലിഫോട്ടോ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെലിഫോട്ടോ ലെൻസും കൂടി കിട്ടുന്ന ഏക ഫോൺ എനിക്ക് തോന്നുന്നത് Realme 6 Pro ആണ്. ഈ ഒരു ഇത്രയും നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോൺ Realme 6 Pro ആണ്. പിന്നെ മാക്രോ ക്യാമറ അല്ലെങ്കിൽ മാക്രോ ഫോട്ടോഗ്രാഫി നോക്കുമ്പോൾ ബെറ്റർ Note 9 Pro Max ആണ്. Realme 6 Proൻ്റെ സെൽഫി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അൾട്രാ വൈഡ് സെൽഫി ക്യാമറയുടെ ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ ഫീൽഡ് ഓഫ് വ്യൂവിൽ സെൽഫീസ് എടുക്കാൻ കഴിയും. 2 ഫോണുകളുടെയും ബേസ് വേരിയൻറ്റ് നോക്കിയാൽ അതിൻ്റെ
പ്രൈസിൽ 1000 രൂപയുടെ വ്യത്യാസമുണ്ട്. സോ 16999 ആണ് നോട്ട് 9 പ്രോ മാക്സിൻ്റെ, 17999 ആണ് റിയൽമി 6 പ്രോയിൻ്റെ. ആ ഒരു പ്രൈസിൻ്റെ വ്യത്യാസമുണ്ട്. അതിനോടൊപ്പം തന്നെ രണ്ടിലും ആഡ് ഉണ്ട്. സോ MIUIയിലുണ്ട്, റിയൽമി UIയിലുണ്ട്. MIUIയിൽ കുറച്ച് കൂടുതലാണ് ആഡുകൾ. അതിനോടൊപ്പം തന്നെ രണ്ടിലും HDR10 ഫീച്ചർ കിട്ടുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ ബാറ്ററി ലൈഫ് പ്ലസ് 720Gൻ്റെ ഒരു പെർഫോമൻസ് വേണമെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എടുക്കാം. ബാക്കി എല്ലാത്തിനും റിയൽമി 6 പ്രോ എടുത്തോളൂ. മൂന്നാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്ന ഫോണാണ് സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി M31s. ബിൽഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും സാംസങ് ഗാലക്സി M31, M30s വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രീമിയം, കുറച്ചുകൂടി ഒരു നല്ല ബിൽഡ് ഫീൽ ആവുന്നുണ്ട് ഇതിൽ. സോ ബെറ്റർ പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്ലെയിൻ ചീപ്പായിട്ട് തോന്നുന്ന പ്ലാസ്റ്റിക് ഒന്നല്ല, ചെറിയ ഗ്രേഡിയൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ആണ് മെയിൻ അട്രാക്ഷൻ. സോ 6.5 ഇഞ്ചിൻ്റെ സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. നോർമൽ റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. HDR10ൻ്റെ സപ്പോർട്ടും ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇതിലുള്ള പ്രൊസസ്സർ വീണ്ടും സാംസങ്ങിൻ്റെ Exynos 9611 ആണ്. 6GB 8GB വേരിയൻസ് കിട്ടുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഉള്ള ഒരു ക്യാമറ സെറ്റപ്പാണ്. 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസർ, 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, പിന്നെ 5+5 മാക്രോ, 5 ഡെപ്ത് സെൻസർ കിട്ടുന്നുണ്ട്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAhൻ്റെ ബാറ്ററി ഉണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് 6GB 128GB പ്രൈസാണ് 19,499 റുപ്പീസ്. സോ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ഇതിൻ്റെ സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ. വളരെ ബ്യൂട്ടിഫുൾ ആയ സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ ആണ്. നല്ല പഞ്ചി കളേഴ്സ്, നല്ല കോൺട്രാസ്റ്റ്, ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റ് കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ് സാംസങ് ഗാലക്സി M31s-ലുള്ളത്. പിന്നെ നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടും. 6000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. പണ്ടൊക്കെ 15 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജർ കൊടുത്തുകൊണ്ടിരുന്നത് സാംസങ്. ഇപ്പം 25 വാട്ടിൻ്റെ കൊടുക്കുന്നുണ്ട്. സോ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ചാർജിങ്ങിൻ്റെ ആ ഒരു മേഖലയിൽ. പിന്നെ സാംസങ് എന്ന ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. പ്ലസ് സാംസങ്ങിൻ്റെ ലോയൽ കസ്റ്റമർ ബേസ് ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ബെസ്റ്റ് സാംസങ് ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും സാംസങ്ങിൻ്റെ M31s. ഇതിൻ്റെ ചില നെഗറ്റീവ്സ് നോക്കിയാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്. അത്രയും ഞാൻ പറഞ്ഞ പോലെ M31 പോലത്തെ ഒരു പ്ലാസ്റ്റിക് ബാക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയൊരു പോരായ്മ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ഫോൺ ആയിരുന്നേനെ. പക്ഷേ വീണ്ടും സാംസങ് അവരുടെ സാംസങ് Exynos 9611 പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ല പവർഫുള്ളായ പെർഫോമിംഗ് ഫോൺസ് വരുന്നുണ്ട്. സോ ഈ ഫോൺ ആ ഒരു ഫോണല്ല, ഒരു ഭയങ്കര ഹൈ എൻഡ് പെർഫോമൻസ് ഉള്ള ഫോണല്ല. നോർമൽ പെർഫോമൻസിന് വേണ്ടി ഓക്കെ ആണ്. എന്നാലും UIയിൽ അവിടെ ഇവിടെ ചെറിയ രീതിയിൽ ലാഗ് സ്റ്റക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടുന്നുണ്ട്, എപ്പോഴും ഇല്ല, പക്ഷേ ചെറുതായിട്ട് അവിടെ ഇവിടെ ചില സമയങ്ങളിൽ ഇങ്ങനെ നമ്മുടെ വിൻഡോസൊക്കെ മിനിമൈസ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ചെറിയ ലാഗ് കിട്ടുന്നുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്ന ഫോണാണ് പോക്കോയിൻ്റെ Poco X2. പ്രീമിയമായ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് IPS ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 6.67 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്ത ഒരു ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 120 ഹെർട്സിൻ്റെ സൂപ്പർ സ്മൂത്ത് റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. HDR10ൻ്റെ സപ്പോർട്ടും ഉണ്ട്. പെർഫോമൻസിൻ്റെ സൈഡിൽ നോക്കിയാൽ കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G പ്രൊസസ്സർ കിട്ടുന്നുണ്ട്. സോ വളരെ പവർഫുൾ ആയ ഒരു പ്രൊസസ്സറാണ്. 6GB 8GB വേരിയൻസ് ഉണ്ട്. പക്ഷേ കിട്ടുന്നത് ഹൈബ്രിഡ് SD കാർഡിൻ്റെ സ്ലോട്ടാണ്. സോ ഡെഡിക്കേറ്റഡ് SD കാർഡിൻ്റെ സ്ലോട്ട് കിട്ടുന്നില്ല. വളരെ നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ സെറ്റപ്സ് ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. 64 മെഗാ പിക്സലിൻ്റെ സോണിയുടെ IMX686 കിട്ടുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു ഫോണിലും ഈ ഒരു സെൻസർ ഇല്ല. ബാക്കി 3 ക്യാമറകൾ 8+2+2ൻ്റെ ആണ്. 20+2ൻ്റെ ആണ് സെൽഫി ക്യാമറ സെറ്റപ്പ്. സോ 20 മെഗാ പിക്സലിൻ്റെ ആണ് പ്രൈമറി സെൽഫി. 4500 mAhൻ്റെ ബാറ്ററി ഉണ്ട്. 27 വാട്ടിൻ്റെ ആണ് ഫാസ്റ്റ് ചാർജർ. പോക്കോ X2ൻ്റെ 6GB 64GBൻ്റെ പ്രൈസാണ് 17,499 റുപ്പീസ്. പോക്കോ X2ൻ്റെ പോസിറ്റീവ്സ് നോക്കിയാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫോമൻസ് ബീസ്റ്റ് എന്ന് പറയാം. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വളരെ നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു 730G പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹെവി പെർഫോമൻസും ഹെവി ഗെയിമിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടി വളരെ നല്ലൊരു പ്രൊസസ്സറാണ് പോക്കോ X2ലുള്ളത്. പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ LCD ഡിസ്പ്ലേ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ബെസ്റ്റ് LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. HDR10ൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോണി IMX686ൻ്റെ ക്യാമറ സെൻസറാണ്. ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഉണ്ട്. പ്ലസ് IR ബ്ലാസ്റ്ററിൻ്റെ ഫീച്ചറും കിട്ടുന്നുണ്ട്. പോക്കോ X2ൻ്റെ നെഗറ്റീവ്സ് നോക്കിയാൽ തീർച്ചയായിട്ടും ബാറ്ററി ഇഷ്യൂ ആണ്. സോ എല്ലാവർക്കും ഇല്ല, ചിലർക്ക് ബാറ്ററി ഇഷ്യൂ കിട്ടുന്നുണ്ട്. എനിക്ക് ചില കംപ്ലയിൻസ് ഒക്കെ വന്നിരുന്നു. സോ ചിലർക്കൊക്കെ ബാറ്ററി ഇഷ്യൂ കിട്ടുന്നുണ്ട്. പ്ലസ് ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. സോ ഹെവി പെർഫോമൻസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ അല്ലെങ്കിൽ വെയിലത്ത് നല്ല രീതിയിൽ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. സോ ആ ഇഷ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ നോർമലി അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ ഒന്നുമല്ല. പക്ഷേ ചില സമയങ്ങളിൽ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട്. ചിലർക്കൊക്കെ ബാറ്ററി ഇഷ്യൂ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് SD കാർഡിൻ്റെ സ്ലോട്ടാണ് കിട്ടുന്നത്. ഡെഡിക്കേറ്റഡ് SD കാർഡിൻ്റെ സ്ലോട്ട് ഇതിലില്ല. പോക്കോ X2ൻ്റെ അൺബോക്സിംഗ്, ഗെയിമിംഗ് റിവ്യൂ, ബാറ്ററി റിവ്യൂ, ക്യാമറ റിവ്യൂ എല്ലാം ചെയ്തിട്ടുണ്ട്.
അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് തരാം, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഫൈനലി ഈ ഒരു 20,000 താഴെയുള്ള ലിസ്റ്റിൽ ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്ന ഫോണാണ് Realme 7 Pro. Realme 6 Pro വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഗ്ലാസിൻ്റെ ബാക്ക് അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് കിട്ടുന്നത്. പക്ഷേ ഇത്തവണ സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയ നല്ല ബ്രൈറ്റും വൈബ്രൻറ്റ് നല്ല കോൺട്രാസ്റ്റ് ഉള്ള ഒരു സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത്. 6.4 ഇഞ്ചിൻ്റെ ആണ് സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ, ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 60 ഹെർട്സിൻ്റെ ആണ് റിഫ്രഷ് റേറ്റ്. Gorilla Glass 3+ൻ്റെ മാത്രമാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. സോ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല. Qualcomm Snapdragon 720G ആണ് കൊടുത്തിരിക്കുന്നത്. 6GB 8GB വേരിയൻ്റ് ഉണ്ട്. ഡെഡിക്കേറ്റഡ് ആയ SD കാർഡിൻ്റെ സ്ലോട്ട് കിട്ടുന്നുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 64+8+2+2 ആണ്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. 4500 mAh ആണ് ബാറ്ററി. പക്ഷേ കിട്ടുന്ന ചാർജറാണ് 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർക്ക് ചാർജർ. ബേസ് വേരിയൻ്റ് ആയ 6GB 128GB പ്രൈസ് ആണ് 19,999 rupees. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു നല്ല പെർഫോമൻസ് പ്ലസ് സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ. സോ ആ ഒരു കോമ്പിനേഷൻ റിയൽമി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ഉണ്ട്, പ്ലസ് 720G സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സറും ഉണ്ട്. ഒരു കംപ്ലീറ്റ് പാക്കേജ് നോക്കിയാൽ വളരെ നല്ലൊരു കംപ്ലീറ്റ് പാക്കേജാണ് റിയൽമി ഇവിടെ തന്നിരിക്കുന്നത് Realme 7 Proയിൽ. സോ സൂപ്പർ ആംലോഡ് പ്ലസ് പവർഫുൾ പ്രൊസസ്സർ, നല്ലൊരു ക്യാമറ സെറ്റപ്പ്, ഡ്യുവൽ സ്പീക്കേഴ്സ്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്, ഇതിലെല്ലാം കിട്ടുന്നുണ്ട്. Realme 7 Proൻ്റെ ചില നെഗറ്റീവ്സ് നോക്കിയാൽ ഫസ്റ്റ് ആണ് ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്. സോ ഗ്ലാസ് ബാക്ക് കിട്ടുന്നില്ല. സെക്കൻഡ് ആണ് നമുക്ക് ഇതിൽ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല ഡിസ്പ്ലേയിൽ, 3+ൻ്റെ പ്രൊട്ടക്ഷൻ ആണ്. തേർഡ് പോയിന്റ് ആണ് ഇതിൻ്റെ HDR10ൻ്റെ സപ്പോർട്ടും കിട്ടുന്നില്ല ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിൽ. 2 ദിവസം കഴിഞ്ഞ് ലോഞ്ച് ആകാൻ പോകുന്ന ഒരു ഫോണിൻ്റെ സ്പെഷ്യൽ മെൻഷൻ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിന് മുന്നേ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത 5 ഫോൺസ് ഉണ്ടല്ലോ, Note 9 Pro Max ഒഴികെ ബാക്കി എല്ലാ ഫോൺസിൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് ലുക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എല്ലാത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ടോപ്പ് 3 ഫോൺസ് ഉണ്ടല്ലോ, Poco ആയാലും Poco X2 ആയാലും Realme 7 Pro ആയാലും M31s ആയാലും, ഈ 3 ഫോൺസിൻ്റെ തമ്മിലുള്ള കമ്പാരിസൺ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം സ്പെഷ്യൽ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫോണാണ് പോക്കോയിൻ്റെ Poco X3. സെപ്റ്റംബർ 22-ാം തീയതിയാണ് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ്, ഇന്ത്യയിലുള്ള ലോഞ്ച് ഡേറ്റ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തായാലും നമുക്ക് എല്ലാം അറിയാം, കാരണം ഗ്ലോബലി നേരത്തെ ലോഞ്ച് ചെയ്തതാണ് ഇത് പോക്കോ. എന്തായാലും നമുക്ക് നോക്കാം ഏത് പ്രൈസ് റേഞ്ചിലാണ് Poco X3 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഗ്ലോബലി നല്ല അഗ്രസീവായ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്കും നല്ല രീതിയിലുള്ള അഗ്രസീവ് പ്രൈസ് റേഞ്ച് തന്നെ ആയിരിക്കും ഇന്ത്യയിലും വരാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ, ദിസ് ഈസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.